നമസ്കാരം. ചില പാരാമെഡിക്കൽ കോഴ്സുകളിൽ, പ്രത്യേകിച്ചും കൂടുതൽ ഡിമാൻഡും നല്ല ജോലി സാധ്യതയുമുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ ചിലപ്പോൾ 95% മാർക്കുണ്ടെങ്കിലും സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരം അറിയാവുന്നവർ നേരത്തെ തന്നെ കേരളത്തിന് വെളിയിലുള്ള ചില പ്രമുഖ സ്ഥാപനങ്ങളിൽ ഈ കോഴ്സുകളിൽ അഡ്വാൻസായി അഡ്മിഷൻ എടുക്കാറുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഉയർന്ന ജോലി സാധ്യതയും മികച്ച ശമ്പളവും എന്നാൽ വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമുള്ളതുകൊണ്ട് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ ചില പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം LBS പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ അലോട്ട്മെൻറ്റ് ഡേറ്റ പ്രകാരം ഓരോ കോഴ്സിലും അവസാനമായി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക്, അതായത് ഏറ്റവും അവസാനം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കാനായി എത്ര ഇൻഡെക്സ് മാർക്ക് വേണ്ടി വന്നു എന്നും നമുക്ക് നോക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് ഇവിടെ ഓരോ കോഴ്സിനും അലോട്ട്മെൻറ്റ് ലഭിക്കാൻ എത്ര മാർക്ക് വേണ്ടിവരും എന്ന ഒരു വ്യക്തമായ ധാരണ ലഭിക്കും. ഇനി നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല എങ്കിൽ എളുപ്പത്തിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ നടത്തുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇനി നേരെ കോഴ്സുകളുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 5-ാം സ്ഥാനത്ത് വരുന്നത് BSLP കോഴ്സാണ്. സംസാര വൈകല്യങ്ങൾ, കേൾവി പ്രശ്നങ്ങൾ, സ്പീച്ച് തെറാപ്പി, ഓഡിയോളജി തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് BSLP. കേരളത്തിൽ 6 കോളേജുകളിലായി ഏകദേശം 110 സീറ്റുകൾ മാത്രമാണ് ഈ കോഴ്സിന് അനുവദിച്ചിട്ടുള്ളത്. അതായത് BSc നഴ്സിംഗ് കോഴ്സിലെ പോലെ 10,000-ഓളം സീറ്റുകൾ ഈ കോഴ്സിന് ലഭ്യമല്ല എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. LBS ഒഫീഷ്യൽ ഡേറ്റ അനുസരിച്ച് ഈ കോഴ്സിന് അവസാന റൗണ്ടിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് 287.5 ആയിരുന്നു. അതായത് 300-ൽ കണക്കാക്കുന്ന ഇൻഡെക്സ് മാർക്കിൽ 287.5 വരെ മാർക്ക് ലഭിച്ചവർക്ക് മാത്രമാണ് ഈ കോഴ്സിന് കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചത്. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ്, അതായത് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ മാർക്ക് വിവരങ്ങളാണ്. മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് SC/ST കാറ്റഗറികളിൽ വരുന്നവർക്ക് മാർക്ക് കുറഞ്ഞാലും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ OBC കാറ്റഗറിയിൽപ്പെടുന്നവരുടെ മാർക്കിൽ വലിയ മാറ്റങ്ങൾ സാധാരണ കാണാറില്ല. കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള കോഴ്സുകളുടെ ലിസ്റ്റിൽ 4-ാമത് വരുന്നത് BOT അഥവാ ബാച്ചിലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി എന്ന കോഴ്സാണ്. ഫിസിക്കൽ ഡിസബിലിറ്റി, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഓട്ടിസം, റീഹാബിലിറ്റേഷൻ തുടങ്ങിയ മേഖലകളിൽ രോഗികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പ്രൊഫഷണൽസുകളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണിത്. ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്തെന്നാൽ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ഓട്ടിസം ബാധിച്ചവർ അല്ലെങ്കിൽ പ്രായമായവർ എന്നിവരോട് നിരന്തരം ഇടപെടേണ്ട ഒരു മേഖലയാണ് ഇത് എന്നതാണ്. അവർ ദേഷ്യപ്പെടുകയോ സഹകരിക്കാതിരിക്കുകയോ ചെയ്താലും ശാന്തതയോടെയും സ്നേഹത്തോടെയും ക്ഷമയോടെയും അവരെ ശുശ്രൂഷിക്കാൻ കഴിവുള്ളവർ മാത്രം ഈ കോഴ്സിന് ചേരുക എന്നത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ഒരു കരിയർ പ്രോസ്പെക്റ്റ് മാത്രം നോക്കി ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന പലർക്കും പിന്നീട് ജോലിയോടുള്ള താല്പര്യമില്ലായ്മ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. 1 വർഷം ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 5 വർഷം ഡ്യൂറേഷനുള്ള ഈ കോഴ്സിന് കേരളത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ചേർത്ത് ഏകദേശം 50 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ LBS ഒഫീഷ്യൽ അലോട്ട്മെൻറ്റ് ഡേറ്റ അനുസരിച്ച് KMCT കോഴിക്കോട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 296-ഉം NIT തിരുവനന്തപുരത്ത് 291.67-ഉം മറ്റൊരു BOT കോളേജിൽ 291.67-ഉം PIT തൃശ്ശൂരിൽ അവസാനം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് 298.34-ഉമായിരുന്നു. ഒന്നുകൂടി പറയാം, 298.34. അതായത് ഇൻഡെക്സ് മാർക്ക് 300-ൽ 291 മുതൽ 298 വരെ ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പറഞ്ഞ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചത്. BOT കോഴ്സിന് പൊതുവെ ജോലി സാധ്യത ഉണ്ടെങ്കിലും ഇന്ത്യയിൽ പൊതുവെ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ കുറവായതിനാൽ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന മികച്ച സ്ഥാപനങ്ങളിൽ മാത്രം ഈ കോഴ്സ് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രത്യേകം ഓർക്കേണ്ടത്, എല്ലാവർക്കും അനുയോജ്യമായ ഒരു കോഴ്സ് അല്ല ഇത് എന്നതാണ്. വളരെ മെച്ചപ്പെട്ട ശമ്പളവും ഡിമാൻഡുമുള്ള കോഴ്സുകളുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് വരുന്നത് BSc AT ആൻഡ് OT, അതായത് 2026 മുതൽ BA OTT എന്നറിയപ്പെടുന്ന ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ അനസ്തീഷ്യ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന കോഴ്സാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന ശസ്ത്രക്രിയകളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണിത്. അനസ്തേഷ്യ പ്രിപ്പറേഷൻ, ഓപ്പറേഷൻ തിയേറ്റർ മാനേജ്മെൻറ്റ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ് സമയത്ത് ടെക്നിക്കൽ സപ്പോർട്ട് തുടങ്ങിയ മേഖലകളിലാണ് ഈ കോഴ്സ് പഠിച്ചവർ പ്രധാനമായും ജോലി ചെയ്യുന്നത്. കേരളത്തിൽ ഈ കോഴ്സിൻ്റെ അഡ്മിഷന് പരിമിതികൾ ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് ഈ കോഴ്സ് പഠിപ്പിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്.
പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കോഴ്സ് ഏത് കോളേജിൽ പഠിച്ചു എന്നത് വളരെ വളരെ പ്രധാനമാണ്. റെപ്യൂട്ടഡ് ഹോസ്പിറ്റലുകളിലോ ധാരാളം സർജറികൾ നടക്കുന്ന മെഡിക്കൽ കോളേജുകളിലും മാത്രം ഈ കോഴ്സ് പഠിക്കാൻ ശ്രമിക്കുക. പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇല്ലാതെ ഒരു സാധാരണ കോളേജിൽ പഠിച്ചാൽ ഈ കോഴ്സിൻ്റെ ജോലി സാധ്യതകൾ വളരെ വളരെ പരിമിതമായിരിക്കും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മികച്ച ഹോസ്പിറ്റലിൽ ഈ കോഴ്സ് പഠിക്കാൻ അവസരം ലഭിച്ചാൽ വളരെ ഉയർന്ന ശമ്പളവും ധാരാളം അവസരങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ലെങ്കിൽ എപ്പോഴും മറ്റേതെങ്കിലും ജോലി സാധ്യതകളുള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഈ കോഴ്സിൽ നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പോഷർ, പ്രാക്ടിക്കൽ സ്കിൽ, ഇൻറ്റേൺഷിപ്പ്, ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എന്നിവയാണ് ഭാവിയിലെ നിങ്ങളുടെ കരിയറിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോഴ്സായ BA OTT തിരഞ്ഞെടുക്കുമ്പോൾ ഹോസ്പിറ്റൽ, ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പോഷർ, ഇൻറ്റേൺഷിപ്പ്, പ്ലേസ്മെൻറ്റ് എന്നിവ നിർബന്ധമായും പരിശോധിക്കേണ്ട. കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ പൊതുവെ ബുദ്ധിമുട്ടുള്ള കോഴ്സുകളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് വരുന്നത് BSc റേഡിയോതെറാപ്പി ടെക്നോളജി എന്ന കോഴ്സാണ്. 2026 മുതൽ ഈ കോഴ്സ് BRTT, അതായത് ബാച്ചലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി ടെക്നോളജി എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ക്യാൻസർ ചികിത്സയിൽ, രോഗനിർണയത്തിലും അതുപോലെ ട്രീറ്റ്മെൻറ്റിലും ഒരേപോലെ നിർണായക പങ്ക് വഹിക്കുന്ന പ്രൊഫഷണലുകളാകാൻ പരിശീലനം നൽകുന്ന ഒരു കോഴ്സാണിത്. കേരളത്തിൽ ഈ കോഴ്സ് നടത്തുന്നത് വെറും 2 കോളേജുകളിൽ മാത്രമാണ്. LBS വഴി ലഭ്യമായ സീറ്റുകളാകട്ടെ 11 മാത്രവും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 5 സീറ്റും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6 സീറ്റും. കഴിഞ്ഞ വർഷം ഈ കോഴ്സിന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയുടെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 300 ആയിരുന്നു. അതായത് 300 ഇൻഡെക്സ് മാർക്കിൽ 300 ഉള്ളവർക്ക് മാത്രമാണ് ഇവിടെ സീറ്റ് ലഭിച്ചത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അവസാനം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് 294.16 ആയിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മത്സരമുള്ള അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിൽ ഒന്നാണ് BSc റേഡിയോതെറാപ്പി. ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവായതിനാൽ ഈ കോഴ്സിന് വലിയ തൊഴിൽ സാധ്യതയും ഉയർന്ന ശമ്പളവുമുണ്ട്. അതുപോലെ തന്നെ ഷോർട്ടേജും. ചില ഹോസ്പിറ്റലുകളിൽ പഠനം കഴിഞ്ഞ ഉടൻ തന്നെ നല്ല ശമ്പളത്തിൽ പ്ലേസ്മെൻറ്റുകളും നൽകുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ടോപ്പ് ഹോസ്പിറ്റലുകളെ കുറിച്ചറിയാൻ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടി വരുന്ന കോഴ്സുകളിൽ ഒന്നാമത്തേതാണ് BSc NMT, അതായത് BSc ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. മെഡിക്കൽ രംഗത്തെ ഏറ്റവും പുതിയതും ആധുനികവുമായ ഒരു കരിയർ മേഖലയാണ് ന്യൂക്ലിയർ മെഡിസിൻ. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, തൈറോയ്ഡ് തുടങ്ങിയ സങ്കീർണമായ രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കൃത്യമായി കണ്ടെത്താൻ ഇന്ന് പ്രമുഖ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെല്ലാം ഈ ന്യൂജൻ സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു മേഖലയാണ് ന്യൂക്ലിയർ മെഡിസിൻ. പഠിച്ചിറങ്ങുന്നവർക്ക് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റായി വൻകിട ഹോസ്പിറ്റലുകളിലും ഡയഗ്നോസിസ് സെൻ്ററുകളിലും ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാവുന്നതാണ്. LBSൽ കേരളത്തിൽ മൊത്തം 8 സീറ്റുകളോളം ഉള്ള ഈ കോഴ്സിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 300 ഇൻഡെക്സ് മാർക്കുണ്ടായിരുന്നവർക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴ്സ് തുടങ്ങാൻ കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവൽ ആവശ്യമായ ഈ കോഴ്സിന് 15ഓളം കോളേജുകളിലായി മൊത്തം ഇന്ത്യയിൽ തന്നെ ഏകദേശം 150ഓളം സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മിക്ക ഹോസ്പിറ്റലുകളിലും ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റുകളുടെ ഷോർട്ടേജാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ ഉയർന്ന ശമ്പളത്തിൽ പഠനം കഴിഞ്ഞ ഉടൻ തന്നെ പല ഹോസ്പിറ്റലുകളും പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യാറുണ്ട്. ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റായും കേന്ദ്ര സർക്കാരിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും റേഡിയേഷൻ സേഫ്റ്റി ഓഫീസറായും കൂടാതെ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലും GE, സീമെൻസ്, ഫിലിപ്സ് പോലെയുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനികളിലും നല്ല സാലറിയിൽ ധാരാളം ജോലി അവസരങ്ങളുള്ള ഈ കോഴ്സിൽ കേരളത്തിൽ സീറ്റ് ലഭിക്കാനുള്ള മാർക്ക് ലഭിക്കാൻ സാധ്യതയില്ല എങ്കിൽ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രമുഖ കോളേജുകളിൽ നേരത്തെ തന്നെ അപേക്ഷിച്ചാൽ കുറഞ്ഞ മാർക്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള സംശയങ്ങളും അഡ്മിഷനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി തരുന്നതാണ്.